മാലദ്വീപിൽ 8ാം ക്ലാസ്സുകാരൻ അധ്യാപികയെ മർദ്ദിച്ചു. ഗെയിം കളിക്കുന്നത് തടഞ്ഞതാണ് പ്രകോപനത്തിന് കാരണം. മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റ അധ്യാപിക സ്മിത എൻ പിള്ളയ്ക്ക് അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമാണ്. ഞാനോട് മോട്ടോർ ഓൺ ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ ചെയ്തില്ല. പിന്നെ അവനോട് നീങ്ങിയിരിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഓൺ ചെയ്ത് നോക്കിയപ്പോൾ എന്തോ ഒരു സൈറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഗെയിമിംഗ് ആണ്. ഞാനത് ക്ലോസ് ചെയ്തു. ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ ഇൻഫോം ചെയ്യും ടീച്ചേഴ്സിനെ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ അവൻ പെട്ടെന്ന് എണീറ്റിട്ട് എൻ്റെ ഫോൺ വാങ്ങിച്ച് ആദ്യം ഫോൺ എടുത്ത്. അപ്പം ഞാൻ ഈ ഫോൺ എടുത്തിറങ്ങിയ ഇതിൽ ഞാൻ ഫോൺ പൊട്ടിയോ എന്നുള്ള ഇതിൽ ആ ഒരു സൈഡിലോട്ട് നോക്കുന്ന സമയത്തിന് ഇവനെന്നെ പഞ്ച് ചെയ്ത് കഴിഞ്ഞു. പഞ്ച് ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് എവിടെ നിന്നാണ് ഈ ഇടി കിട്ടിയതെന്ന് എനിക്ക് വരുന്നില്ല. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, സ്റ്റക്ക് ആവുന്നില്ല. അതിനോടിടയ്ക്ക് അവൻ ഒരു 3-4 ഇടി എൻ്റെ മൂക്കിൽ ഇടിച്ചു. പിന്നെ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞപ്പോഴത്തേക്ക് തലയുടെ ബാക്ക് സൈഡിലും മുടി പിടിച്ച് വലിച്ചിട്ട് 2-3 ഇടി. ലാബിലൊരു കുട്ടി ഇരുന്ന് കമ്പ്യൂട്ടറിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കളിക്കരുത്, കളിച്ചു കഴിഞ്ഞാൽ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പറയും എന്ന് പറഞ്ഞപ്പോൾ പ്രകോപിതനായ കുട്ടി ടീച്ചറിന്റെ കയ്യിലിരുന്ന മൊബൈൽ തട്ടി എറിയുകയും അതിനുശേഷം ടീച്ചറിന്റെ മൂക്കിലേക്ക് 4-5 പ്രാവശ്യം ഇടിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ ടീച്ചർ കൊളാപ്സ്ഡായി, ബ്ലഡ് എല്ലാം വന്ന് കൊളാപ്സ്ഡായി. പുള്ളിക്കാരി ബോധരഹിതയായി താഴെ വീഴുകയാണ് ചെയ്തത്. ഇപ്പോൾ ദീപക്, സ്മിത ടീച്ചറുടെ ഭർത്താവ്, നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ദീപക്, ആദ്യം ടീച്ചറുടെ നിലവിലത്തെ അവസ്ഥ, ആരോഗ്യാവസ്ഥ എങ്ങനെയുണ്ട്? എന്താണ് ഉണ്ടായത് ക്ലാസ്സിൽ? പുള്ളിക്കാരിയുടെ മൂക്കിന് ഫ്രാക്ചർ ഉണ്ട്, പാലത്തിന്. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. അപ്പം അത് 10 ദിവസത്തിനകത്ത് സർജറി ചെയ്യണമെന്നാണ് അവിടുത്തെ സ്പെഷ്യലിസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അതുകൊണ്ട് അദ്ദേഹം 10 ദിവസത്തിനകത്ത് സർജറി ചെയ്യണമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വന്ന് സർജറി ചെയ്യാനായിട്ടാണ് നമ്മൾ ഇപ്പോൾ പ്ലാൻ ചെയ്ത് നിൽക്കുന്നത്. നാട്ടിലേക്ക് പെട്ടെന്ന് വരാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ആയോ? എങ്ങനെയാണ് അത് ഇന്ന് പുള്ളിക്കാരി ഇന്ന് തിരിച്ച് ഐലൻഡിലേക്ക് വൈകിട്ട് വരും. വന്നിട്ട് പുള്ളിക്കാരിയുടെ സൈഡിൽ നിന്നും കൂടെ പോലീസിലേക്ക് ഒഫീഷ്യലായിട്ട് പുള്ളിക്കാരി ഒരു കംപ്ലൈന്റ് കൂടെ കൊടുത്തിട്ട് നമ്മുടെ ഹൈക്കമ്മീഷണർക്ക് ഇന്ത്യൻ ഹൈക്കമ്മീഷണർക്ക് മെയിൽ അയച്ചതിന് ശേഷം തിരിച്ചു വരാനുള്ള നടപടികൾ തുടങ്ങാൻ വേണ്ടിയാണ്. കാരണം ഇന്ന് സുരേഷ് ഗോപി സാറ് അദ്ദേഹം അവിടുത്തെ മാൽദീവ്സിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറുമായിട്ട് സംസാരിക്കുകയുണ്ടായി. കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പം അദ്ദേഹം വേണ്ട നടപടികൾ എടുക്കാമെന്ന് അദ്ദേഹത്തിന് ഉറപ്പ് കൊടുത്തിട്ടുമുണ്ട്. അപ്പം പോലീസിൽ നിന്ന് അവര് കേസ് ഓൾറെഡി ഫയൽ ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതായത് സ്കൂളിൽ നേരിട്ട് ഉണ്ടായിട്ടുള്ള പരാതി കേസ് എടുത്തു എന്നുള്ളതാണോ പരാതിയിൽ? കേസ് എടുത്തിട്ടുണ്ട്. ഇത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഇത്തരത്തിൽ ടീച്ചറെ മർദ്ദിച്ചതെന്നുള്ളതാണ്. ടീച്ചർ പറഞ്ഞിട്ട് എന്താണ് ഉണ്ടായത് ക്ലാസ്സിൽ എന്നൊന്നും അങ്ങേക്കൊന്ന് വിശദീകരിക്കാനാവുമോ? നോർമലി ക്ലാസ് എടുക്കുന്ന പോലെ തന്നെ എന്നത്തെ പോലെ തന്നെ എടുക്കുകയായിരുന്നു. അന്ന് ലാബായിരുന്നു. ലാബിൽ കുട്ടി കമ്പ്യൂട്ടറിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ടീച്ചർ 2-3 പ്രാവശ്യം പറഞ്ഞു, മോനെ ഇത് നീ കാണരുത്, യൂസ് ലാബില് ഗെയിം കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെയും കളിച്ചപ്പോൾ പറഞ്ഞു ഇത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് പ്രിൻസിപ്പളിന് കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ പ്രകോപിതനായ കുട്ടി ആദ്യം മൊബൈൽ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി വലിച്ചെറിയുകയാണ് ഉണ്ടായത്. അപ്പൊ ടീച്ചറിന്റെ ഫോക്കസ് ആ മൊബൈലിലേക്ക് പോയപ്പോഴത്തേക്കും കുട്ടി മൂക്കിലേക്ക് പഞ്ച് ചെയ്യുകയായിരുന്നു. ഒരു 4-5 പ്രാവശ്യം പഞ്ച് ചെയ്തു. ബ്ലഡ് വന്ന് ടീച്ചർ ബോധരഹിതയായപ്പോഴത്തേക്കും ലാബിലുണ്ടായിരുന്ന 3-4 ടീച്ചേഴ്സ് വേറെ ഉണ്ടായിരുന്നു. അവർ വന്ന് ടീച്ചറിനെ പിടിച്ചു മാറ്റി പുറത്തേക്ക് കൊണ്ടുപോകണം. കുട്ടി എപ്പോഴും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തന്നെ അവിടെ നിൽക്കുകയായിരുന്നു. അവർ പിടിച്ചു മാറ്റിയില്ലായിരുന്നെങ്കിൽ ആ കുട്ടി പിന്നെയും അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നേനെ. പിന്നെ അവിടെ നിന്നാണ് ആംബുലൻസിൽ അവർ അവിടെയുള്ള അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അവിടെ ഫിസിഷ്യൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഒരു ഫസ്റ്റ് പ്രാഥമിക ചികിത്സ നൽകിയിട്ടാണ് തിനാദു എന്ന് പറയുന്ന വേറൊരു ഐലൻഡിലേക്ക് കൊണ്ടുപോയത്. അവിടെ നിന്നാണ് എക്സ്റേ എടുക്കുകയും തുടർന്ന് CT എടുക്കുകയും ചെയ്തത്. അതിലാണ് നമുക്ക് ഈ പൊട്ടലുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞ് അത് 10 ഡേയ്സിനകത്ത് ചെയ്യണമെന്നും അറിയാൻ കഴിഞ്ഞത്. ശരി ദീപക്, എന്തായാലും ഇതിൽ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് ഇതിനെ തുടർ ചികിത്സയ്ക്കായി ടീച്ചറെ നാട്ടിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിനുള്ള നടപടികൾ, ഒരുക്കങ്ങളൊക്കെ നടക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. നിലവിലൊരു കേസ് എടുത്തിട്ടുണ്ട്. മന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകളുടെ ഉറപ്പുകൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്.